ശബരിമലയിൽ തീർത്ഥാടക തിരക്ക് തുടരുകയാണ്. ഇന്നലെ 1,05,738 തീർത്ഥാടകർ ദർശനം നടത്തി. ഇന്ന് 8 മണിവരെ 33,000-ലധികം പേർ അയ്യനെ തൊഴുതു. സന്നിധാനത്ത് ഇന്ന് ദേവസ്വം ജീവനക്കാരുടെ കർപ്പൂരാഴി നടക്കും. ശബരിമലയിൽ വലിയ തിരക്കിലേക്ക് പോകുന്നു. മണ്ഡല പൂജയുമായി ബന്ധപ്പെട്ട് തന്നെ എന്ന് തന്നെ പറയാം. ഇന്നലെ ഏതാണ്ട് 1 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തിയത്. ഇന്ന് രാവിലെയും അതേ തിരക്ക് തന്നെ തുടരുന്ന സാഹചര്യമാണുള്ളത്. എന്തായാലും തങ്കേങ്കി ഘോഷയാത്രയെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ശബരിമല സന്നിധാനം എന്നതാണ് ഇനി പറയാനുള്ളത്. ഇന്നിപ്പോൾ ആറന്മുളയിൽ നിന്ന് പുറപ്പെട്ട ഘോഷയാത്ര 26 ഉച്ചയോടുകൂടിയാണ് പമ്പ ഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. അതിനുശേഷം ഏതാണ്ട് വൈകുന്നേരം 5 മണിയോടുകൂടി ശരംകുത്തിയിലെത്തുന്നു. 6:30 ഈ ഘോഷയാത്രയെ സ്വീകരിച്ച് 18-ാം പടി കയറ്റി തിരുനടയിലെത്തി ദീപാരാധന നടക്കുന്നു. തൊട്ടടുത്ത ദിവസം 27 രാവിലെ 11 മണിയോടുകൂടിയാണ് മണ്ഡല പൂജ, ഈ വർഷത്തെ മണ്ഡല പൂജ നടക്കുക. ഇതിൻ്റെ മുഹൂർത്തം 11 മണിയാണ്. എന്തായാലും അന്ന് രാത്രി 11 മണിക്ക് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ ഈ ഒരു മണ്ഡല പൂജ തീർത്ഥാടനത്തിന് പരിസമാപ്തമാകുകയാണ്. എന്തായാലും ഈ പല നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും പുല്ലുമേട് ഉൾപ്പെടെയുള്ള വഴിയിലൂടെയുള്ള തീർത്ഥാടകരുടെ എണ്ണം അടക്കം ഇപ്പോഴും ഉയർന്നു നിൽക്കുന്ന സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് 1000 പേരാൽ ചുരുക്കിയെങ്കിൽ പോലും അതിൽ കൂടുതൽ ഭക്തർ അതുവഴി നേരത്തെ ബുക്ക് ചെയ്തവരൊക്കെ എത്തുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ട്. എരുമേലി പാതയുടെ അവസ്ഥയും അതുതന്നെയാണ്. രാത്രി ഏതാണ്ട് 2 മണി വരെ ഭക്തരെ കടത്തിവിടുന്നു 18-ാം പടിയിലൂടെ എന്നതുകൊണ്ട് തന്നെയാണ് താഴേക്കൊരു വലിയ തിരക്ക്. 1 ലക്ഷം പേരെത്തിയാൽ പോലും വലിയ ക്യൂ ഉണ്ടാകുന്ന സാഹചര്യം എന്തായാലും ഇപ്പോൾ നിലവിലില്ല. എന്തായാലും വലിയ തിരക്കിലൂടെ ശബരിമല സന്നിധാനം മുന്നോട്ട് പോവുകയാണ്. ജി ശ്രീജിത്താണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.